ിലുണ്ടായിരുന്ന വ്യക്തിക്കാണ് രോഗം സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ചികിത്സ തേടണം, ഒപ്പം ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് കൂടി മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സാ സൗകര്യം, ഐസൊലേഷൻ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടമുണ്ട്. ദീപക്, ഇപ്പോൾ വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും കൂടാതെ ഫോൺ നമ്പേഴ്സ് ഉണ്ട് നോഡൽ ഓഫീസർമാരുടെ. അത്തരത്തിലേക്ക് എങ്ങനെയാണിപ്പോൾ ഒരുക്കങ്ങൾ? അനുജ, മലപ്പുറത്തെ എംപോക്സിനെ ആരോഗ്യവകുപ്പ് അതീവ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം ഇതിന്റെ വ്യാപന ശേഷി, ഇതിന്റെ പ്രജനന ശേഷി കൂടുതലാണ്. അതായത് ഒരാളിൽ നിന്നും എംപോക്സ് ബാധിച്ച ഒരാളുടെ സ്രവത്തിൽ നിന്നും മറ്റൊരാൾക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഐസൊലേഷൻ ആവശ്യമുണ്ട്. 14 ജില്ലകളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഐസൊലേഷൻ വാർഡുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മളോട് പറഞ്ഞത്. അതായത് ആരോഗ്യവകുപ്പ് ഈ പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് തന്നെ വിപുലമായൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ UAE-യിൽ നിന്നും വന്നെത്തിയ ഈ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. സമ്പർക്ക പട്ടികയിൽ കുറച്ചു പേരുണ്ട്. മാത്രവുമല്ല, അയാളുടെ ഒപ്പമുണ്ടായിരുന്ന കുറച്ചു പേർക്ക് പനി ലക്ഷണം ഉണ്ടായിരുന്നു. അവരെയും ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഐസൊലേഷൻ വാർഡിലുള്ള ചികിത്സ തുടരുന്നു. ജില്ലാ തലങ്ങളിൽ ഓരോ ജില്ലയിലും DMOയുടെ കീഴിൽ നോഡൽ ഓഫീസറെ, എംപോക്സ് നോഡൽ ഓഫീസറെ വെച്ചിരിക്കുന്നു. ഒരു ഡോക്ടർക്ക് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, സ്രവ പരിശോധനയും ചികിത്സയും ആരോഗ്യവകുപ്പ് പൂർണ്ണമായും ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അനുജ, ഇപ്പോൾ ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്താണിപ്പോൾ ആരോഗ്യവകുപ്പ് ആ തരത്തിലേക്ക് ഒരുക്കിയിരിക്കുന്ന മുൻകരുതൽ നടപടികൾ? ദീപക്. അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും രീതിയിലുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ സ്വയം ചികിത്സയോ മറ്റോ നടത്താതെ എത്രയും വേഗം തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക, ജില്ലാ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുക. കാരണം എംപോക്സ് അത്തരം അപകടകാരിയായ ഒരുപക്ഷെ സംഹാരശേഷിയും പ്രചരണശേഷി കൂടുതലുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ രീതിയിൽ നേരിടണം. മാത്രവുമല്ല, കേരളം നേരത്തെ ഇതിനെ നേരിട്ട ഒരു ചരിത്രം, ഒരു പാരമ്പര്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പേടിയല്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീതി ആവശ്യമില്ല. പക്ഷെ കനത്ത ജാഗ്രത അനിവാര്യമാണ്. കാരണം ഇത് ഒരാളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ തന്നെ ഇതാദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. UAE-യിൽ നിന്ന് എത്തിയ 38-കാരന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷൻ, ചികിത്സാ സൗകര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കുന്നു. നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. MG പ്രതീഷ് തുടരുന്നു.